ഗൈസ്, നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. ആദ്യം തന്നെ പരിപ്പ് നല്ലോണം വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളറിൽ. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് ശർക്കര ഒന്ന് കാച്ചിയെടുക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ശർക്കര എടുക്കുക, അതൊന്ന് കാച്ചി റെഡിയാക്കി വയ്ക്കുക. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തന്നെ ഉടഞ്ഞു കിട്ടും. അത് നമ്മൾ ഉടച്ച് വെച്ചതിന് ശേഷം നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് പാലിനുള്ളത്. അത് അരച്ച് നമുക്ക് 1-ാം പാലും 2-ാം പാലും എടുത്ത് വയ്ക്കുക. ആ പരിപ്പും ശർക്കരയും കൂടി മിക്സ് ചെയ്യുക. 1-ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. അതിന് ശേഷം 2-ാം പാൽ ഒഴിക്കുക. 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് പായസം റെഡിയായി.